ഹായ് ഫ്രണ്ട്സ്, വിസ്ഫോർഡ് മലയാളത്തിൽ സ്വാഭാവികമായും അർത്ഥം വിസ്ഫോടനം എന്നായിരിക്കും. ജിയോ സിനിമയിൽ സെപ്റ്റംബർ 6 മുതൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദി ഫിലിമാണ്. നമ്മൾ ജഗദീഷിൻ്റെയും സിദ്ദിഖിൻ്റെയും ഒക്കെ 90s പടങ്ങൾ ഉണ്ടല്ലോ, മയക്കുമരുന്ന്, കിഡ്നാപ്പിങ്, അങ്ങനെയുള്ള കോമഡി പടങ്ങൾ കുറച്ച് സീരിയസ് മോഡിലെടുത്ത് അതിൽ കുറച്ച് അവിഹിതമൊക്കെ ചേർത്താൽ എങ്ങനെയുണ്ടാവും, അതാണ് വിസ്ഫോർഡ്. പ്രത്യേകിച്ച് പുതുമയൊന്നും പറയാനില്ല, ഒരു ടൈം പാസിന് വേണ്ടി കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആവറേജ് സിനിമ. കഥ നടക്കുന്നത് മുംബൈയിലാണ്. ഞാൻ ഇതിന്റെ ബേസിക് ത്രെഡ് ഒന്ന് പറയാം. ഫർദീൻ ഖാൻ മുമ്പ് മയക്കുമരുന്ന് മാഫിയയിലായിരുന്നു. ഇപ്പോൾ അതൊക്കെ വിട്ട് ഒരു ടാക്സി ഡ്രൈവറായി ജോലി നോക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിന് ഇപ്പോഴും മയക്കുമരുന്ന് മാഫിയായിട്ട് ബന്ധമുണ്ട്. ഒരു ദിവസം പോലീസ് വരുമ്പോൾ ഈ മയക്കുമരുന്ന് അടങ്ങിയ ഒരു ജാക്കറ്റ് ഫർദീൻ ഖാന്റെ കാറിലിട്ടിട്ട് ഈ ഫ്രണ്ട് ഓടിപ്പോകുന്നു. ഈ ജാക്കറ്റ് ഫർദീൻ ഖാന്റെ പക്കൽ നിന്ന് മിസ്സാവും. അതൊരു പ്ലോട്ട്. ഇതിന് പാരലായി നടക്കുന്ന ഓരോരു പ്ലോട്ട് ഉണ്ട്. റിതേഷ് ദേശ്മുഖ് ഒരു പൈലറ്റാണ്, ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഒരു ദിവസം ഭാര്യയുടെ അവിഹിതം കയ്യോടെ റിതേഷ് പിടിക്കുന്നു. അതിൻ്റെ ഇടയിൽ കുട്ടി മിസ്സാവുന്നു, ആരോ കിഡ്നാപ്പ് ചെയ്തു. ഈ രണ്ട് പ്ലോട്ടുകൾ കൊളൈഡ് ചെയ്യുന്നു. അതിനുശേഷം നടക്കുന്ന ആ ഒരു സംഭവ വികാസങ്ങൾ, ഇതാണ് വിസ്ഫോർഡിന്റെ ബേസിക് ത്രെഡ്. ഈ ഒരു സ്റ്റോറി നോക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നുമെങ്കിലും കംപ്ലീറ്റ്ലി എൻഗേജിങ് ആയുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ചൊക്കെ നല്ല നിമിഷങ്ങളുണ്ട്, മോശം നിമിഷങ്ങളുമുണ്ട്. പക്ഷെ പെർഫോമൻസ് ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. ഒന്നാമത് റിതേഷ്, അദ്ദേഹം പൊതുവേ കോമഡി ചെയ്യുന്ന ആക്ടറാണ്. സീരിയസ് മോഡിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ്. ഇതിനു മുമ്പ് പില്ല് എന്നുള്ള സീരീസിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിലും കൊള്ളാം. അദ്ദേഹം പൈലറ്റ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു പോഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത് ഫർദീൻ ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് ശേഷമുള്ള മൂന്നാമത്തെ പ്രൊജക്റ്റാണ്. ആദ്യം ഹീരാമണ്ഡി, രണ്ടാമത്തത് ഖേൽ ഖേൽമേ. ഇതിൽ അദ്ദേഹം ഒരു ലോവർ ക്ലാസ് ഡ്രൈവറാണ്, മുംബൈയിലെ ചേരികളിലൊക്കെ താമസിക്കുന്ന തരത്തിലുള്ള. അപ്പോൾ അതിന് വേണ്ട തരത്തിലുള്ള ഒരു ബിഹേവിയർ ആ ക്യാരക്ടർ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ വില്ലനായി എത്തിയിരിക്കുന്നത് വെറ്ററൻ നടി സീമാ ബിശ്വാസ്. അത് നല്ലൊരു റോങ് കാസ്റ്റിംഗ് ആയിട്ട് തോന്നി, അവർക്കത് ചേരുന്നില്ല. ഇത്രയൊക്കെ ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. സമയമുണ്ടെങ്കിൽ കാണാം. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 2.75 ഔട്ട് ഓഫ് 5.